നന്മകൾ പ്രദാനം ചെയ്യണേ റബ്ബേ. അല്ലാഹുവേ മക്കളെ സാലിഹീങ്ങളും സൽസ്വഭാവികളുമാക്കി കൊടുക്കണേ അല്ലാ. പടച്ചവര് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ, മാനസിക പ്രയാസമുണ്ടെങ്കിൽ നീ അത് മാറ്റി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ മക്കളെ പൊന്നു മക്കളായി കണ്ടാല് കണ്ണുനീര് തുള്ളികൾ തുളുമ്പുന്ന സുന്ദരന്മാരായ പൊന്നു സന്തോഷത്തിന്റെ കണ്ണുനീർ പൊഴിക്കുന്ന പൊന്നു മക്കളാക്കി കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഭാര്യ സാലിഹാത്തുകൾ പെടുത്തണേ അല്ലാ. ഹൃദയത്തിന് തണുപ്പുള്ളൊരു മനസ്സമാധാന ജീവിതം മരണം വരെ നൽകണേ തമ്പുരാനെ. നാളെ മരിച്ചാൽ ഖബറിൽ സദഖയുടെ പ്രകാശം നൽകണേ റബ്ബേ. നാളെ ഹിസാബ് ലഘൂകരിക്കണേ അല്ലാ. സ്വർഗത്തിന്റെ സ്വർണ്ണക്കട്ടിലിൽ കുടുംബസമേതം എത്തിക്കണേ അല്ലാ. സർവ്വവിധ അപകടത്തിൽ നിന്ന് പ്രയാസത്തിൽ നിന്ന് റബ്ബേ നീ കാക്കണേ തമ്പുരാനെ. സയ്യിദനാ മുഹമ്മദിൻ വാലിഹി വസല്ലം അജ്മഈൻ. അഞ്ചാമതും അഞ്ച് പേരല്ലേ പറഞ്ഞു അവിടെ ഇവിടെ നിന്നാ കിട്ടും. വോളണ്ടിയേഴ്സിനെ പറഞ്ഞൊരാസം അള്ളാഹു സ്വീകരിക്കട്ടെ. ആറാമത്തെ ആള് രണ്ടുപേരും കൂടെ പറഞ്ഞു. രണ്ടു പേര് ആരായി സദസ്സിൽ അവസാനം രണ്ടു പേർ സലാത്തെല്ലാം പോവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. 66,660 വോളണ്ടിയേഴ്സ് അവിടെയുണ്ട്. പരസ്യമായിട്ട് പറയാൻ പറ്റാത്തവർ അവരോട് പറഞ്ഞാലും മതി. 66,666 രൂപ 1, 2, 3 ഗഡുക്കളായി പള്ളിയിലേക്ക് സമ്മതി. പിന്നീട് അള്ളാഹു സ്വീകരിക്കട്ടെ. ആറാമത്തെ ആൾ പറയുക. ഞാൻ എവിടെ ചോദിച്ചാൽ ആ പറഞ്ഞ അക്കം പൂർത്തിയാക്കിയിട്ട് ഞാൻ പോയിട്ടുള്ളൂ. ഇപ്പൊ രണ്ടുപേരും കൂടെ ആവണം. രണ്ട് പേർ സഹോദരിമാരാവാം, സഹോദരങ്ങളാവാം. ഇതിന്റെ പ്രത്യേകത അൽഹംദുലില്ലാഹ് എവിടെ ഏഴാമതല്ല ആറാമതാണ്. ഏഴാമത്തെ അള്ളാഹു സ്വീകരിക്കട്ടെ. ഉമ്മൂസലാത്തിന്റെയും ഒരു ഉസ്താദും കൂടിയാണ്. അള്ളാഹു അതിന്റെ എല്ലാവിധ ഫൈലാൻ നൽകി അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على سيدنا محمد والآل أهل البيت سلم. അള്ളാഹു ഉസ്താദിനെ അർശിന്റെ തണല് കിട്ടുന്ന 7 വിഭാഗം ആളുകൾ അള്ളാഹു ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏഴാമത്തെ ആളാണ്. ഇങ്ങനെ പറഞ്ഞാൽ എനിക്കറിയാം. മേച്ചേരി സയ്യിദലവി ഏഴാമത്തെ തഖബ്ബൽ അല്ലാഹു. ഖുലൂ തക്ബീർ. ഇതാണ് വാക്കവി. ഖുലൂ തക്ബീർ, ഖുലൂ തക്ബീർ. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു ആ സഹോദരങ്ങൾ ഇത് കൊടുത്താൽ ചിലപ്പോ വേറൊരു കച്ചവടം ചെയ്യാം. പക്ഷെ ഇതൊരു ആഖിറത്തിന്റെ കച്ചവടമാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ പറയുന്നു. ബാക്കിയും കൂടെ പറയാൻ സമയമായി. നിങ്ങൾ വന്നിട്ട് 5-6 മണിക്കൂറായി. അഞ്ചാമത് പിന്നെ ഒരാളും കൂടെ ആവണം. ശരിയാണ്. ദുആ ചെയ്തോളി. ഏഴാമതൊരാളെ ഏതായാലും സദസ്സിൽ നിന്നുണ്ട് ഉറപ്പാണ്. പെട്ടെന്ന് ദുആ ചെയ്തോളി. പ്രസംഗം കഴിഞ്ഞാൽ ദുആ കഴിഞ്ഞാലുടനെ അർശിന്റെ തണല് കിട്ടുന്നത് 7 വിഭാഗം ആളുകളെ നാളെ മഹ്ശറിൽ ഒരാളേതായാലും ഉണ്ടാവും ഉറപ്പാണ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ആലിമായ സഹോദരൻ നാഫിയ ഇൽമ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നാളെ പരലോകത്ത് തണലില്ലാതെ ഓടുമ്പോ അർശിന്റെ തണല് നൽകണേ അല്ലാ. ജീവിതത്തിൽ മക്കളെ നീ ഇൽമിന്റെ വഴിയിലൂടെ നൂറിന്റെ വഴിയിലൂടെ നിലനിർത്തണേ അല്ലാ. കുടുംബത്തിലെ ഐശ്വര്യവും ആഫിയത്തും പ്രദാനം ചെയ്യണേ തമ്പുരാനെ. നന്മ നൽകണേ അല്ലാഹുവേ. മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെയുള്ള കുടുംബജീവിതം നൽകണേ അല്ലാ.
എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളും മാറ്റി അവസാനം വിട പറയുന്നതിന് മുമ്പ് ഹബീബായ മുത്തിനെ കണ്ട് സ്വർഗം കണ്ട് വിട പറയാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നാളെ ഹബീബായ നബിയുടെ ചാരത്ത് ചെന്ന് അല്ലാഹുവേ ഹൗലുൽ കൗസർ കോരി കുടിച്ച് സ്വർഗത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സീറ്റിന്റെ തൊട്ടടുത്ത് കുടുംബത്തോടൊത്തു കഴിയാൻ, ആഖിറത്തിന്റെ കാലാകാല ജീവിതം സ്വർഗത്തിൽ കുടുംബത്തോടൊത്തു കഴിയാൻ റബ്ബേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസല്ലം. സിജു മുഹമ്മദ് കടുങ്ങാട്ട് പറമ്പിൽ 66,666 രൂപ. എട്ടാമതൊരു സഹോദരി കൂടി വലിയത്ത് ഖദീജ ബീവി അല്ലേ, അള്ളാഹു ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ കൂടെ അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ഒന്നുറക്ക ആമീൻ പറയും മനുഷ്യന്മാരെ, ഉറക്കപ്പറ. ഉറങ്ങാങ്ങള് എന്തിട്ട് ഉറക്കമായത്? നിങ്ങൾ ഒരു ദിവസം ഉറക്കളവ്, ഞാൻ എന്നും ഉറക്കളക്കുന്ന ആളല്ലേ, എന്തിട്ട് ഉറക്കമായത്? നഹാറുക്ക ബർത്താനൻ വലയിലുക്ക നായിമു വൈശുക്ക യാമിസ്കിനു വൈശുൽ ബഹായിമി. എന്തിട്ട് ഉറക്കമായത്? കുറച്ചു നേരം ഉറക്കമൊക്കെ മാറ്റിവെക്കി, എന്നിട്ട് ഉറക്കെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ആൺകുട്ടിയുടെ രണ്ടാമത്തെ അടയാളം വൈകാമിസ്സലാ, 5 വഖത്ത് നമസ്കാരം അവൻ കൃത്യമായി അനുഷ്ഠിക്കുന്നവനാണ്. സഹോദരങ്ങളെ, പള്ളിയുടെ ഉദ്ഘാടനം കഴിഞ്ഞു. നാളെ രാവിലെ സുബഹിന്റെ ബാങ്ക് വിളിക്കുമ്പോൾ ആ പള്ളിയിൽ സുബഹി നമസ്കാരത്തിന്റെ 1ാമത്തെ സഫിൽ നീ ഉണ്ടാവണം. അവനാണ് യഥാർത്ഥ ആൺകുട്ടിയെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. 2 5 വഖത്ത് നിസ്കാരം കൃത്യമായിട്ട് അനുഷ്ഠിക്കുക. 3 ആ പള്ളിയുടെ മഹലിൽ താമസിക്കുന്ന സമ്പന്നര് മുഴുവനും കൃത്യമായി വർഷാവർഷം സക്കാത്ത് കൊടുക്കുക. സക്കാത്ത് കൊടുക്കുക. ആ മഹലിലുള്ള സമ്പന്നന്മാർ മുഴുവനും സക്കാത്ത് കൊടുക്കുക. അവർ യഥാർത്ഥത്തിൽ ആ മഹലിലെ ആൺകുട്ടികളാണവർ. അള്ളാഹുനാക്കി തരട്ടെ, അള്ളാഹുനാക്കി തരട്ടെ. 5 പരമപ്രധാനമായ ലക്ഷ്യമുണ്ട്. ചില 7-8 ദ്വാരങ്ങൾ വന്നിട്ടില്ല. ഇടയിൽ വിഷയം കൂടെ പറഞ്ഞുകൊണ്ട് ആളുകൾക്ക് ഒരു മുഷിപ്പുണ്ടാവുന്നു. സോ അത് പിരിവ് തുടങ്ങി. പണ്ടൊക്കെ പണ്ഡിതനാണ് വിളിക്കുന്നത്, ഇപ്പൊ എല്ലാം പണ്ഡിതനാണ്, ഫണ്ടുണ്ടാക്കുന്നതാണ്. പണ്ഡിതൻ മാറി, ഇസ്ലാമിക പണ്ഡിതൻ പ്രത്യേകിച്ച് എന്നൊക്കെ ഇസ്ലാമിക പണ്ഡിതൻ, ഫണ്ടുണ്ടാക്കുന്നത്. അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷമാണ്. കാരണം ഒരു പള്ളി കാണുമ്പോൾ അള്ളാഹു തന്ന നാവ് കൊണ്ട് എത്രയോ പള്ളികൾ, എത്രയോ യത്തീമായ കുട്ടികളുടെ കല്യാണം നടന്നു, എത്ര പാവങ്ങൾക്ക് ജീവിതമുണ്ടായി, എത്ര വൃക്കരോഗിയുള്ള വൃക്ക മാറ്റിക്കൊടുത്തു. അഹമ്മദ് കബീർ ഇന്നും വലിയ പണക്കാരനൊന്നും ആയിട്ടില്ല, പക്ഷേ ആയിരക്കണക്കിന് ആളുകളുടെ വൃക്കരോഗം മാറ്റിവെക്കാൻ ഈ വക വെച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് ക്യാൻസർ രോഗികൾക്ക് ചികിത്സ കിട്ടിയിട്ടുണ്ട്. 100 കണക്കിന് പള്ളികൾ പണിതിട്ടുണ്ട്, 100 കണക്കിന് മദ്രസകൾ പണിതിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു യത്തീംഖാനയ്ക്ക് വേണ്ടി വക പറഞ്ഞു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ പൈസ ചാക്കിൽ ചുമന്നുകൊണ്ട് പോയി? 2ാമത്തെ ദിവസം അവിടുത്തെ ബക്കറ്റ് പിരിവ് സംഘാടകര് ചാക്കിൽ കെട്ടാൻ സ്ഥലമില്ല, ചുമന്നിട്ടാണ് പോയത്. 40 ലക്ഷം രൂപ. ഞാൻ പിരിച്ചത് എന്റെ വീട്ടിലേക്കല്ല, ആ യത്തീംഖാനയിലെ കുട്ടികൾ ഇന്ന് ഭക്ഷണം തിന്നുന്നുണ്ട്. അഹമ്മദ് കബീർ ഇവിടെ നിൽക്കുമ്പോഴും അത് ഈ സ്വർണ്ണാഭരണം എനിക്ക് കൊണ്ടുപോകാനല്ല, ഈ പള്ളിക്ക് വേണ്ടിയാണ്. ആ പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോ ഈ തന്ന പെങ്ങളെ, നിന്റെ ശരീരത്തിന്റെ രോമകൂപങ്ങൾ പറയും, നിന്റെ സദക്കയുടെ പ്രതിഫലം എന്താ മിനാരത്തിലൂടെ കേൾക്കുന്നുവെന്ന്. അവിടെ ബാങ്ക് വിളിക്കുമ്പോൾ വന്ന് സുജൂദ് ചെയ്യുമ്പോ അതിന്റെ ഒരു പ്രതിഫലം എനിക്കും കിട്ടും. അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. ഇതിനെനിക്ക് കമ്മീഷനും കിട്ടില്ല. ചില ആളുകളോട് പിരിച്ച കമ്മീഷൻ കിട്ടും. എന്നാൽ ഞാൻ എപ്പോഴേ നിർത്തിയാന് 40 ലക്ഷം രൂപ ഞാൻ മിനിങ്ങാന്ന് പിരിച്ചു കൊടുത്ത്. കമ്മീഷൻ കിട്ടിയ എത്ര? 10% വെച്ചാണ് എത്ര കിട്ടും? അതൊക്കെ നമ്മുടെ ആളുകൾക്ക്, നല്ലത് ചെയ്യുന്ന ആളുകൾക്ക് ഇഷ്ടമല്ല. അങ്ങനെയാണ്. നായ്ക്കൾ 2 സൈസ് ഉണ്ട്. ഒന്ന് തെരുവ് നായ, മറ്റൊന്ന് വീട്ടിൽ വളർത്തുന്ന നായ. വീട്ടിൽ വളർത്തുന്ന നായക്ക് വിളിച്ചാൽ ഇങ്ങോട്ട് വരും. അതിനൊരു ഇച്ചിരി മാന്യതയൊക്കെ ഉണ്ട്. പക്ഷേ തെരുവ് നായ അങ്ങനെയല്ല, അത് കാണടുത്തൊക്കെ കുറച്ച് കാണിക്കും. നമ്മൾ അങ്ങനെ ആവാൻ പാടില്ല. നായ ആയാൽ പോലും വീട്ടിലെ വളർത്തുന്ന നായയെ പോലെ
അല്പമൊക്കെ അനുസരണയും മാന്യതയും ഒക്കെ ഒരാൾ വരുമ്പോൾ കാണിക്കണം. അതാണ് വീട്ടിൽ വളർത്തുന്ന നായയുടെ പ്രത്യേകത. തെരുവ് നായ അങ്ങനെയല്ല. ഇറച്ചിക്കടയുടെ മുമ്പിൽ റോഡിൽ കൂടെ ഏത് മാന്യം പോയാലും അത് നായയുടെ ജോലിയാണ്. അതിനെ വിട്ട് ആരും പണികെടുക്കാറുമില്ല. അതിനുവേണ്ടി ആരും ദുആ ചെയ്യാറുമില്ല. ഉണ്ടോ? പടച്ചോനെ ഇതിന്റെ കുര മാറ്റി കൊടുക്കണം ഇന്നവരെ ആരും ദുആ ചെയ്തിട്ടുണ്ടോ? ഇല്ല. കാരണം ആ കുര അസിലിയത്താണ്, അത് മാറുമില്ല. അള്ളാഹു നമ്മളെ നല്ല മാന്യന്മാരാക്കി തരട്ടെ. ഒന്നുകിൽ നല്ലത് ചെയ്യുക, അല്ലെങ്കിൽ നല്ലതിനെ പിന്തുണയ്ക്കുക. അതിനും പറ്റിയില്ലെങ്കിൽ നല്ലത് നിലനിൽക്കാൻ വേണ്ടി ദുആ ചെയ്യുക. നീ ഭൂമിയിൽ നല്ലവനായി മാറും. അല്ലാത്ത ഒരിടത്തും നീ നിൽക്കരുതെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അഞ്ചാമത്തെ ആൺകുട്ടിയുടെ അടയാളം പറയുമ്പോ യഖാഫൂന യൗമൻ തതകല്ലബു ഫീഹിൽ അബ്സാർ. അവർ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോ നാളെ ആരും പ്രയോജനം ചെയ്യാത്ത പരലോകത്തെക്കുറിച്ച് ഓർത്തിട്ട് വിതുമ്പുന്നവരാണ്. അവര് പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ്. അള്ളാഹു നമ്മളെ അവിടെ എത്തിക്കുമാറാകട്ടെ. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോ പരലോകത്തെ ഓർത്തിട്ട് കരയുക, പരലോകത്തെ ഓർത്തിട്ട് കരയുക, പരലോകത്തെ ഓർത്തിട്ട് കരയുക. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. കരയണം എന്തോർത്തിട്ട്? പരലോകം ഓർത്തിട്ട്. എന്നാൽ മോനെ നീ ആൺകുട്ടിയായി. അള്ളാഹു നമ്മളെ യഥാർത്ഥ ആൺകുട്ടികളാക്കി തരട്ടെ. അള്ളാഹു നമ്മളെ യഥാർത്ഥ ആൺകുട്ടികളാക്കി തരട്ടെ. അള്ളാഹുവേ 6,666,666 ഏഴാമതും എട്ടാമതും ഒരു സഹോദരനും ഖദീജ എന്ന സഹോദരിയും റബ്ബേ നീ അവരെ കബൂലാക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. ഈ പാതിരാ സമയത്ത് ചെയ്യുന്ന ദുആ നീ സ്വീകരിക്കണേ തമ്പുരാനെ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. അവരെ മനസ്സിന്റെ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാ. നാളെ പരലോകത്തിലെ ഏറ്റവും വലിയ വിജയികളാക്കണേ അല്ലാ. ഈ ഭൂമിയിൽ എന്തൊക്കെ പ്രയാസമുണ്ടോ അതൊക്കെ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ, മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ, മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. അവരെ മക്കളെ നീ സാലിഹീങ്ങളും സാലിഹാത്തുകളും ആക്കണേ അല്ലാ. ഞാൻ അവസാനിപ്പിക്കുന്നു. ഖുർആൻ ഇനിയും പള്ളിയെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. പള്ളി അള്ളാഹുവിൻ്റെതാണ്. പള്ളി 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 അള്ളാഹുവിൻ്റെതാണ്. ആ പള്ളിയിൽ അനാചാരങ്ങളുടെ വൈകൃതങ്ങൾ കടന്നുകൂടാൻ പാടില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഏത് അനാചാരങ്ങൾ, പള്ളിയുമായി ബന്ധപ്പെട്ട് ഒരു അനാചാരങ്ങളും ഉണ്ടായിക്കൂടാ. ഏതൊക്കെ അനാചാരങ്ങൾ? അത് മക്ബറയിലുള്ള അനാചാരങ്ങളാവട്ടെ, പള്ളിയുമായി ബന്ധപ്പെട്ട അനാചാരങ്ങളാകട്ടെ, ഉറൂസിന്റെയും ആണ്ട് നേർച്ചയുടെയും അനാചാരങ്ങളാകട്ടെ, സർവ്വവിധ അനാചാരങ്ങൾ പള്ളിയുടെ പരിസരത്ത് നിന്ന് തുടച്ചു മാറ്റപ്പെടണം. ആനയും അമ്പാരിയും ഗാനമേളയും ഉണ്ടാകുന്ന ആണ്ടു നേർച്ചകൾ ഉണ്ടാവാൻ പാടില്ല. മക്ബറകളിൽ അനാചാരങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അത് അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ സ്ഥലങ്ങളാണ്. അവർക്ക് ഇഷ്ടപ്പെടാത്തതൊന്ന് അതിന്റെ പരിസരങ്ങൾ ഉണ്ടാവാൻ പാടില്ല. വഅന്നൽ മസാജിദ ലില്ലാഹ്. പള്ളി പള്ളി അള്ളാഹുവിൻ്റെതാണ്. പടച്ചറപ്പിന് പൊരുത്തപ്പെടാത്തതൊന്നും ആ പള്ളിയിൽ ഉണ്ടാവാൻ പാടില്ല. തെക്കൻ കേരളത്തിലെ മക്ബറയുള്ള പ്രധാനപ്പെട്ട ഒരു പള്ളി, അത് വർഷാവർഷം ലേലം ചെയ്തിട്ടാണ്, മക്ബറ ലേലം ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ലേലം പിടിക്കുന്ന ആള് 4 കോടി രൂപയ്ക്ക് ലേലം വിളിക്കുകയാണ്. അത് ഒരു വർഷം കൊണ്ട് ലാഭത്തിലാക്കി തന്റെ മുടക്ക് മുതലെടുക്കേണ്ട ജോലി ആ ലേലം പിടിച്ചവന്റെ ജോലിയാണ്. അതിനുവേണ്ടി അള്ളാന്റെ ഔലിയാക്കളുടെ മഹാന്മാരുടെ കറാമത്തിന്റെ ഉടമസ്ഥരുടെ സദസ്സരത്ത് ധാരാളം തോന്നിവാസങ്ങൾ അയാൾ ചെയ്യാറുണ്ട്. കാരണം അയാളെ സംബന്ധിച്ചോളം ബിസിനസ്സിലെ ലാഭമാണ് വേണ്ടത്. ഇതാണ് ആചാരമോ? അല്ലേ? ഇതാര് പറയണം? സുന്നി പണ്ഡിതന്മാര് പറയണം. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ചില ആളുകൾ പറയുന്നത് അവരെന്താ പറയുന്നത് നിങ്ങൾ കേൾക്കാത്തോണ്ടാ? പറയാത്തത് നിങ്ങൾ. തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മക്ബറയുള്ള പള്ളിയിൽ ആ മക്ബറ പൊതുയോഗത്തിൽ ലേലം ചെയ്യും. ഫിൽവാക്കി, ഞാൻ സത്യമാണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ചോളം ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയൊന്നുമില്ല. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടത് പറയുക, അവന്റെ ഖുർആൻ പറയുക, അത് മനഃപ്പാടമാക്കാൻ ഒരു അവസരം ലഭിച്ചു. പിന്നെ ഒരാഗ്രഹം കൂടിയുള്ളൂ, അത് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ മരിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ഒരു ആഗ്രഹം കൂടിയുണ്ട്. ഇനി അത് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്തായതുപോലെ ആകും.
ഖുർആൻ ഏതായാലും നെഞ്ചിന്റെ ഉള്ളിലായി, നീ അത് കബറിന്റെ ഉള്ളിലെ പ്രകാശം. പിന്നെന്താ, ഈ നാക്കൊക്കെ അങ്ങോട്ട് പോകും. ഈ നാക്കിന്റെ ഈ നാക്കിന്റെ ഈ ആരവൊക്കെ പോകും. മോനെ, ഞാൻ പോയി മരിച്ചു എന്ന് കേട്ട് നിങ്ങൾ വന്ന് നോക്കുമ്പോ മലന്ന് കിടക്കുന്നുണ്ടാവും. ആരെ? അഹമ്മദ് കബീർ വാക്കവി. മുഖത്തൊട്ട മുണ്ടുമ ചിലര് വന്നുയർത്തുന്നേ, കൈകെട്ടി മിണ്ടാതെന്നു നീ കിടക്കുന്നേ. മുഖത്തിട്ട മുണ്ടുമ ചിലര് വന്നുയർത്തുന്നേ, കൈകെട്ടി മിണ്ടാതെന്നു നീ കിടക്കുന്നേ. നീ മരിച്ചു എന്നറിഞ്ഞിട്ട് ആളുകൾ വന്നിട്ട് നിന്റെ മുഖം മൂടിയിട്ടിരിക്കുകയാണ് വെള്ളത്തുണി കൊണ്ട്. നിന്റെ വീടിന്റെ ഉമ്മറപ്പടിയിൽ വന്ന് മുഖത്തിട്ട തുണി അങ്ങോട്ട് മാറ്റുമ്പോ കയ്യും കെട്ടിയിട്ട് മിണ്ടാതെ നീ അങ്ങോട്ട് കിടക്കുകയാണ്. മോഹിനി പെണ്ണ്, ഇവിടുത്തെ ചെറുപ്പക്കാരെ ഉറക്കം കെടുത്തിയവളെ, നീ ഒന്നും മിണ്ടാൻ കഴിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ആളുകൾ പറയുകയാണ്, ഇതാ സന്തൂക്ക് കെട്ടിൽ എടുക്കാൻ പോകുന്ന കാണേണ്ടവരെ കണ്ടുകൊള്ളുക. ആ സമയത്താണ് കൊണ്ടുവന്ന് റീത്ത് വെക്കുന്നത്. കാരണം നീ ഇവിടുത്തെ പാർട്ടിയുടെ നേതാവായിരുന്നു. കുത്താൻ പറഞ്ഞവനോട് പറഞ്ഞെടുത്ത് തന്നെ കുത്തിയവനായിരുന്നു. എനിക്കാരെയും പ്രശ്നമല്ല, നീ ഏതവനാണെങ്കിലും ശരി. നല്ല രാഷ്ട്രീയമുണ്ട്, നല്ല രാഷ്ട്രീയമുണ്ട്. വെള്ളിയാഴ്ച ദിവസം ഡൽഹിയിലെ പാർലമെന്റ് മന്ദിരത്തിന്റെ ഓഫീസിലിരുന്നിട്ട് എനിക്ക് ജുമയ്ക്ക് നേരത്തെ പള്ളിയിൽ പോയിട്ട് സൂറത്തിൽ കഹ്ഫ് ഓതാൻ കഴിയുന്നില്ലല്ലോ നോത്തിട്ട് ഡൽഹിയിലെ പാർലമെന്റ് മന്ദിരത്തിലെ ഓഫീസിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു. കായിദേ മില്ലത്ത് ഇസ്മായിൽ സാഹിബ്. അത് വേറെ രാഷ്ട്രീയം. എനിക്ക് പള്ളിയിൽ പോയി സൂറത്തിൽ കഹ്ഫ് ഓതാൻ പറ്റുന്നില്ലല്ലോ എന്നോത്തിട്ട് കരഞ്ഞു. ഈ MP സ്ഥാനം എനിക്ക് തടസ്സമാകുന്നല്ലോ. കാണുന്നവരെ കാണാതെ എങ്ങനെ പോകും? കായിദേ മില്ലത്ത് ഇസ്മായിൽ സാഹിബ്. പക്ഷേ നീ വല്ല രാഷ്ട്രീയക്കാരനാ? പള്ളക്ക് കുത്തിയവനാണ്, പാതിരാത്രി കല്ലെറിഞ്ഞവനാണ്, ദീനിനെതിരെ തിരിഞ്ഞവനാണ്. നീ മരിച്ചപ്പം നിന്നെ കൊണ്ടുവന്ന് പാർട്ടിയുടെ പതാകയിൽ പൊതിഞ്ഞു. നിന്നെ കൊണ്ടുവന്നിട്ട് നിന്റെ നെഞ്ചത്ത് കൊണ്ടുവച്ച് റീത്ത് വെച്ചു. പൊന്നുമോനെ, ഇരുമ്പിൻ്റെ ഉലക്ക വിഴുങ്ങി എന്നാൽ പിന്നെ ചുക്കിന്റെ വെള്ളം അതിനു മതിയോ പൊന്നേ? ഇരുമ്പിൻ്റെ ഉലക്ക വിഴുങ്ങി എന്നാൽ പിന്നെ ചുക്കിന്റെ വെള്ളം അതിനു മതിയോ പൊന്നേ? വ്യഭിചരിച്ചും കള്ളുകുടിച്ചും പള്ളക്ക് കുത്തിയും ജീവിച്ചിട്ട് മരിച്ചിട്ട് മരന്ന് കിടക്കുമ്പോ നിന്റെ നെഞ്ചത്ത് റീത്ത് വെച്ചിട്ട് കാര്യമെന്താ? ഇരുമ്പിന്റെ ഒലക്ക തിന്നിട്ട് ചുക്കിന്റെ കഷായം കുടിച്ചാലത് ദഹിച്ചു പോവില്ല. ഇത് നിന്റെ കബറിലൊന്നും ചെയ്യുകയില്ല. എല്ലാവരും പറഞ്ഞ കാണേണ്ടവരെല്ലാം കണ്ടോളൂ. മയ്യത്തെടുക്കാൻ പോവുകയാണ്. ഹശ്ർ മേ ഫിർ മിലേ ഗേ മേരേ ദോസ്തോ, ബസ് ഗയീ യേ മഖാം ആഖരി ആഖരി. നിന്റെ മയ്യത്ത് കെട്ടില് തോളിലേറ്റി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. 3 കെട്ടും കെട്ടി പോവുകയാണ്. കെട്ടി 3 കെട്ടും മുറുക്കി കെട്ടി 6 കാലിൽ കട്ടിയിൽ നിന്നെയും കെട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൂറൊക്കെ ചൊല്ലി ഭാര്യ മക്കളോട് പോലും വിടയും ചൊല്ലി പള്ളിക്കാട്ടിലേക്കാണ് യാത്ര, പരലോകത്തേക്കുള്ള യാത്ര. തിരക്കൊന്നുമില്ലാത്ത യാത്ര, തിരികെ വരാത്തൊരു യാത്ര. എന്നെ കാണാൻ വന്നവരോട് പറഞ്ഞ് ഡേറ്റിന്റെ തിരക്കാണ്. എന്ത് തിരക്ക്? ഈ തിരക്കെല്ലാം അവസാനിച്ചിട്ട് വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് നിന്നെ മരത്തിൽ കിടത്തുമെടാ. ഉസ്താദേ, പള്ളിയിൽ പോകാൻ സമയമില്ല, തിരക്കാണ്. തിരക്കൊടുങ്ങി നീ വെള്ളത്തുണിയിൽ പൊതിഞ്ഞു പള്ളിക്കാട്ടിലെ കൊടുക്കത്തെ യാത്ര പോയി. പുറകിൽ നിന്നിട്ട് വാപ്പ വിളിക്കുന്നുണ്ട്, മോനെ പോവുകയാണോ? മക്കള് വിളിക്കുന്നുണ്ട്, ഉപ്പാ പോവുകയാണോ? ഉമ്മ വിളിക്കുന്നുണ്ട്, ക്ഷമ വിട്ട ഉമ്മയും. പൊന്നുമകനെ, എന്നെ കൈവിട്ടു പോയോ കാണലെന്നാ നിന്നെ. നിന്റെ ഉമ്മ നിന്നിട്ട് നിലവിളിക്കുകയാണ്. മയ്യത്ത് വീട്ടിലെ വല്ലാത്ത നിലവിളി ഉമ്മയുടേതാണ്. 9 മാസവും 10 ദിവസവും ഗർഭാശയത്തിലിട്ടിട്ട് മരണത്തിന് സമാനമായ വേദന സഹിച്ചിട്ട് ഉമ്മ ലേബർ റൂമിൽ കിടന്ന് പ്രസവിച്ചു. ആളുകൾ വെളിയിൽ നിന്ന് കേട്ടത് ഉമ്മയുടെ വേദനയല്ല, കൊച്ചിന്റെ കരച്ചിലാണ്. മരണത്തിന് സമാനമായ വേദന വന്നപ്പോഴും ഉമ്മ കരഞ്ഞില്ല. ആ കൺമണിയെ കയ്യിൽ വെച്ചിട്ട്
പാതിരാ സമയത്ത് തന്റെ പൊന്നുമോൻ ഓടിച്ചെന്ന് വീടുന്നത് കണ്ടപ്പോ മടിത്തട്ടിൽ ഇരുത്തി വെച്ചിട്ട് ഉമ്മ കരഞ്ഞു. പക്ഷെ ഉമ്മയുടെ കരച്ചില് വെളിയിൽ കേട്ടില്ല. എല്ലാം കഴിഞ്ഞ് ഭർത്താവ് ഇട്ടിട്ട് പോയി. രണ്ട് മക്കളെയും കയ്യിൽ പിടിച്ച് കൂലിപ്പണി കരിങ്കല്ല് ചുമന്ന് മക്കളെ വളർത്തിയിട്ട് വൈകുന്നേരം കൂലിപ്പണി ചെയ്തിട്ട് ഉറങ്ങേണ്ട സമയത്ത് പുഴയിൽ കൊണ്ടുപോയി തെങ്ങിന്റെ ഓലയിട്ട് നനച്ച് വൈകുന്നേരം അത് മെടഞ്ഞ് പിറ്റേ ദിവസം വിറ്റ് വൈകുന്നേരം കിട്ടുന്ന കഞ്ഞിയും വെള്ളം പൊന്നു രണ്ട് ആമക്കളെ വായിലേക്ക് വാരി വെച്ച് കൊടുത്തപ്പോ അപ്പോഴും ഉമ്മയുടെ കണ്ണില് കണ്ണുനീര് കണ്ടു. പക്ഷെ ഉമ്മയുടെ കരച്ചിലിന്റെ ശബ്ദം വെളിയിലോട്ട് കേട്ടിട്ടേ ഇല്ല. കല്യാണം കഴിഞ്ഞു, പഠിക്കാൻ വിട്ടു, മകൻ ഹാഫിളായി, ആലിമായി, പ്രാസംഗികനായി. ഉമ്മ നിശബ്ദമായി കരഞ്ഞു. ഉപ്പയില്ലാത്ത രണ്ട് മക്കളെ കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് നഷ്ടപ്പെട്ടില്ലല്ലോ. അവസാനം വിവാഹം കഴിഞ്ഞ് പോകുമ്പോ നിശബ്ദമായി മാറി നിന്ന് കരഞ്ഞു. അപ്പോഴും ഉമ്മയുടെ ശബ്ദം നിശബ്ദമായതേ ഉള്ളൂ, ഉറക്കെ കേട്ടിട്ടേയില്ല. മകന് മക്കളുണ്ടായി. ആ മക്കളെ മടിയിൽ വെച്ച് താരാട്ടുമ്പോഴും ഉമ്മ കരഞ്ഞു നിശബ്ദമായി. ഇതെന്റെ പൊന്നുമോന്റെ കൺമണികളാണ്. ഉമ്മയുടെ ശബ്ദം ഇതേവരെ കരച്ചില് വെളിയിൽ കേട്ടിട്ടില്ല. പക്ഷേ കാത്തിരുന്ന മകനെ മയ്യത്ത് കട്ടിലെടുത്തപ്പോ ഉമ്മയുടെ കരച്ചിൽ എല്ലാവരും കേട്ട്. കൺമണിയെ പോവുകയാണോ? ഇനി ഉമ്മക്കാരാണ് പൊന്നുമോനെ? ഇനി ആരാണ് ഉമ്മക്കുള്ളത്? ഉമ്മ വാത്സല്യമാണ്. തുരുസീന പർവ്വതത്തിലേക്ക് കയറിയ മൂസാ നബിയുടെ കാല് വഴുതിപ്പോയി വേച്ചു വീണു. പെട്ടെന്ന് രശരീരി കേട്ടു, മൂസാ കാലിനെ ഉറപ്പിച്ചു വെക്കണേ, നീ വഴുതി പോകാതിരിക്കാൻ. ദുആ ചെയ്യുന്ന ഉമ്മയുടെ കൈകളിപ്പമില്ല. നിന്റെ ഉമ്മ മരിച്ചുപോയി മൂസാ, നീ വഴുതി പോകാതിരിക്കാൻ നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഉമ്മയുടെ കൈകളില്ല. നിന്റെ ഉമ്മ പോയി മൂസ, അതുകൊണ്ട് ഇനി നടക്കുമ്പോ സൂക്ഷിച്ചു പോകണേന്ന് തുരുസീനാ പർവ്വതത്തിൽ കാല് വഴുതിയപ്പോ മൂസാ നബിയോട് അശരീരി കേട്ടു. വീഴാതിരിക്കുന്നത് ഉമ്മയുടെ ദുആയാണ്, ഭാര്യയുടെ ദുആയാണ്. പക്ഷേ മരണസമയത്ത് മയ്യത്തെടുക്കുമ്പോ ഉമ്മയുടെ കരച്ചിൽ ഉറക്കെ കേട്ടു. ക്ഷമ വിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടുപോയോ കാണലെന്നാ നിന്നെ. കൺമണിയെ പോവുകയാണോ? ഇനി എന്നാണ് പൊന്നുമ്മ നിന്റെ കവളത്തൊരു മുത്തം തരിക? ഇനി എന്നാണ് ഉമ്മ നിന്നെ ഒന്ന് കാണുക? മക്കള് പുറകീന്ന് വിളിക്കുന്നുണ്ട്, ഉപ്പാ പോവുകയാണോ? ഇനി എന്നാണ് ഉപ്പയൊന്ന് കാണുക? ഭാര്യ വിളിക്കുന്നുണ്ട്, എന്റെ പ്രാണനാഥനെ എന്നെ ഒറ്റക്കാക്കിയിട്ട് പോവുകയാണോ? ഇനി നമ്മൾ എന്നാണ് കൂടിച്ചേരുക? ഇവിടെ നിന്ന് വിട പറഞ്ഞാൽ ഇനിയൊന്ന് കൂടിച്ചേരണ്ടേ? ആ കൂടിച്ചേരൽ അവരും അവരുടെ ഭാര്യമാരും അവരുടെ മക്കളും. ഞാനല്ല, ഖുർആൻ പറഞ്ഞതാണ്. വല്ലദീന ആമനൂ വത്തബഅതുഹും ദുർരിയ്യത്തുഹും ബിഈമാനിൻ അൽഹഖ്നാ ബിഹിം ദുർരിയ്യത്തുഹും വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ശൈഇ കുല്ലു ഇംറിഇൻ ബിമാ കസബ റഹീൻ. അവരുടെ ഭാര്യമാരുടെ കൂടെ മക്കളുടെ കൂടെ അവര് സ്വർഗത്തിന്റെ സ്വർണ്ണക്കട്ടിൽ വീണ്ടും ഒരുമിച്ച് കൂടുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മൾ അവിടെ എത്തിക്കട്ടെ. ആമീൻ പറഞ്ഞാൽ മാത്രം പോരാ. ഭൂമിയിൽ ജീവിക്കുമ്പോ യഖാഫൂന യൗമൻ തതകല്ലബു ഫീഹിൽ അബ്സാർ, കണ്ണുമേപ്പോട്ടാകുന്ന ദിവസത്തെ ഓർത്തിട്ട് ജീവിക്കണം. റബ്ബേ, ഇത് ശാശ്വതമല്ല. ഇതിന്നല്ലെങ്കിൽ നാളെ എന്റെ ജീവിതത്തിലേക്ക് അസ്രായീൽ വരും. മലയാളത്തിന്റെ സാഹിത്യകാരൻ MG മഞ്ഞെന്ന നോവലിൽ പറഞ്ഞതുപോലെ ക്ഷണിക്കപ്പെടാത്ത അതിഥിയെ പോലെ രംഗബോധമില്ലാത്ത കോമാളി വരും. രംഗബോധമില്ലാത്ത കോമാളി എന്നാണ് MG മരണത്തെ വിശേഷിപ്പിച്ചത്. രംഗബോധമില്ലാത്ത കോമാളി വീട്ടിലേക്ക് വരും. ഞാൻ ഇവിടെ നിന്ന് പോകും. അവസാനം ഇനി എന്റെ ഭാര്യയെ, എന്റെ മക്കളെ, എന്റെ ഭർത്താവിനെ, എന്റെ പൊന്നുമക്കളെ എനിക്കിനി കാണാൻ കഴിയുന്നത് മരണമില്ലാത്തൊരു ലോകമുണ്ട്. അവിടെ രോഗങ്ങളില്ല, അവിടെ കഷ്ടപ്പാടില്ല, അവിടെ പ്രയാസങ്ങളില്ല. അവിടെ വെച്ച് കാണാൻ വേണ്ടി സഹോദരങ്ങളെ കാത്തു നിൽക്കുക. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവിധ ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ എൻ്റെ വിഷയം ഖുർആനിലെ പള്ളി ഇവിടെ അവസാനിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനു വേണ്ടി സഹായിച്ചവർ, സഹകരിച്ചവർ, കുറേ സഹോദരങ്ങൾ, നമ്മുടെ ഉസ്താദ് 5000 രൂപ സദക്ക നൽകിയിട്ട് അള്ളാഹു ദീനീ ഖിദ്മത്തിൽ ആരോഗ്യത്തിൽ പറയുന്നത്
ആരോഗ്യത്തോടെ ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ആഫിയത്ത് നൽകട്ടെ. ബഹുമാനപ്പെട്ട കേരളം കണ്ട മഹാനായ പണ്ഡിതൻ സൂര്യതേജത്തെ ശംസുൽ ഉലമായുടെ പ്രിയപ്പെട്ട ശിഷ്യനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബന്ധം അല്ലാഹു ആഖിറത്തിൽ നിലനിർത്തി കൊടുക്കട്ടെ. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. മക്കൾക്ക് നാഫിയായ ഇൽമ നൽകി അനുഗ്രഹിക്കട്ടെ. യതീമായ മക്കളെ വിവാഹം ചെയ്ത് വിടാനും മക്കളെ ഹാഫിളീങ്ങളാവാനും ആരോഗ്യത്തിന് വേണ്ടി ഒരു സഹോദരി, ധാരാളം സഹോദരിമാർ, ഒരു സഹോദരി കാലിൽ കിടന്ന വേറെന്തോ ഒരു സ്ഥലമാണിത്, അത് മാലയാണ് തോന്നുന്നു. ഏതായാലും ഒരു നല്ല സ്വർണ്ണാഭരണം അല്ലാഹു സ്വീകരിക്കട്ടെ. കൈ ചെയിനാണ്, അല്ലാഹു സ്വീകരിക്കട്ടെ. വലിയ സ്വർണ്ണാഭരണം. വേറൊരു സഹോദരി ഒരു കൈ ചെയിൻ, പിന്നെ ഒരു സഹോദരി ഒരു മോതിരം, വേറൊരു സഹോദരി ഒരു ലോക്കറ്റ്, വേറൊരു സഹോദരി ഒരു ഇയർ ചെയിൻ, വേറൊരു സഹോദരി മോതിരം, വേറൊരു സഹോദരി ഒരു കമ്മല്, വേറൊരു സഹോദരി ഒരു ചെയിൻ, വേറൊരു സഹോദരി ഒരു മോതിരം, വേറൊരു സഹോദരി മോതിരം, വേറൊരു സഹോദരി മോതിരം, വേറൊരു സഹോദരി ചുട്ടി, വേറൊരു സഹോദരി കമ്മല്. നിങ്ങളെ സമ്മതിച്ചിരിക്കും കേട്ടാ. ഇനിയെന്താ പിന്നെ സമ്മതിക്കുക? അള്ളാഹു സ്വീകരിക്കട്ടെ. കൊടുക്കണം. അള്ളാഹു എങ്ങനെ ആക്കി പെരുമാറാകട്ടെ. ഈ സഹോദരിമാർ പല ആവശ്യങ്ങൾ, ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ആഫിയത്ത് നൽകുമാറാകട്ടെ. അള്ളാഹുവേ, ഈ സദക്ക ചെയ്ത സഹോദരിമാർ അവരുടെ പൊന്നുമക്കളെ നീ സാലിഹ്യങ്ങളാക്കണേ അല്ലാഹ്. അതിനേക്കാൾ വലിയൊരു ആഗ്രഹമില്ല. അള്ളാഹുവേ, നീ സാലിഹ്യങ്ങളാക്കി കൊടുക്കണേ തമ്പുരാനെ. അവരുടെ ഈ സ്വർണ്ണാഭരണത്തിന് പകരം സ്വർഗത്തിന്റെ സ്വർണ്ണാഭരണം നൽകി അനുഗ്രഹിക്കണേ അള്ളാഹുവേ. എല്ലാവിധ ആഫിയത്ത് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നന്മ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഖൈർ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. എല്ലാ രോഗത്തിൽ നിന്ന് കാക്കണേ അള്ളാഹുവേ. അവരെ പെൺമക്കൾക്ക് സാലിഹ്യങ്ങളായ വരന്മാരെ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഒരു മാരക രോഗം വരുത്തല്ലേ അള്ളാഹുവേ. അള്ളാഹു നമ്മളെ ഖൈറിലാക്കട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റിരിക്കും. 10 സലാത്ത് ചൊല്ലി ഇൻഷാ അല്ലാഹ്. നൂറുദ്ദീൻ ഊരോത്തിൽ 35,000 രൂപ, ജയ്ദു പൂന്തലൽ 40,000 രൂപ ഈ സദസ്സിന്റെ ചെലവിന് വേണ്ടി സദക്ക നൽകിയിട്ടുണ്ട്. അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെ കടം വീടാൻ 10,000 രൂപ സംഭാവന. അള്ളാഹു ഉപ്പയുടെ എല്ലാ കടങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. اللهم صل على محمد أعداد رمل ثرى وسلم صلى الله لما على غدنا محمد خير الرسل طه المكرم صلى الله ملي حبيب سوى محمد يوم الحوان به تغشم صلى الله جداري الهدى محمد ترك الصلاة ولم يصيم صلى الله ميلاد سيدنا محمد القرى بلد معظم صلى الله أعمار سيدنا محمد 60 في معظم صلى الله اللهم صل على محمد والآل أهل البيت سلم صلى الله അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചൊല്ലിയ സ്വലാത്തിനെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുഹളറത്തിൽ എത്തിക്കുമാറാക്കും. കടം വീടാനും സ്വന്തമായൊരു വീടുണ്ടാവാനും വേണ്ടി 33,333 ഒരു സഹോദരൻ അല്ലാഹു അദ്ദേഹത്തിന്റെ എല്ലാ കടങ്ങളും മാറ്റിക്കൊടുക്കുമാറാകും. എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കുമാറാകും. അല്ലാഹു ഇതിന്റെ ബറക്കത്ത് കൊണ്ട് സ്വന്തമായ ഭവനം അല്ലാഹു അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിക്കും. വേറൊരു സഹോദരി സ്വർണ്ണമോതിര സംഭാവന അള്ളാഹു ഹലാലായ മുറാദുകളെ ഹാസിലാക്കി കൊടുക്കട്ടെ. നന്മ പ്രദാനം ചെയ്യുമാറാകും. അള്ളാഹു മക്കളെ സാലിഹ്യങ്ങളാക്കുമാറാകും.
കണ്ട ഊരിയിട്ടെങ്ങാനും ഇങ്ങനെ പകുതിയിലെത്തിക്കണില്ല. അതായത് വല്ലപ്പോഴും കൊടുക്കാത്തോണ്ടേ വൈദ്യുതി. അള്ളാഹു ഈ പള്ളിയുടെ പുനർനിർമ്മാണത്തിന് വേണ്ടി സഹകരിച്ചവർ, സഹായിച്ചവർ, അത് കൃത്യമായി അതിനുവേണ്ടി നേതൃത്വം നൽകിയതിന്റെ ജമാഅത്തിന്റെ പരിപാലന സമിതി അംഗങ്ങൾ, ബഹുമാന്യനായ മഹല്ല ഖാദി ഖത്തീബ്, ഇവിടുത്തെ മുഅല്ലിമീങ്ങൾ, മുദരിസീങ്ങൾ, മുഅദ്ദിൻമാർ, എല്ലാവർക്കും അള്ളാഹു വർഗമായ പ്രതിഫലം നൽകട്ടെ. അതിനുവേണ്ടി മനസ്സാ വാചാ കർമ്മണ, സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ സഹകരിച്ച മഹല്ലംഗങ്ങൾ, പ്രവാസികളായ സഹോദരങ്ങൾ, ഇവിടെയുള്ളവർ എല്ലാവർക്കും, ഈ സദസ്സിലെത്തിയ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല പ്രതിഫലം നൽകുമാറാകട്ടെ. ബഹുമാന്യരായ പ്രിയപ്പെട്ട സഹോദരിമാർ ഇവിടെ നേരത്തെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരു ദിവസത്തെ പ്രസംഗം കൊണ്ടെല്ലാം പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് പിന്നീട് അവസരമൊക്കെ കിട്ടുമ്പോൾ ആ സമയത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കൂടാം. അടുത്ത വർഷം ഇതേ തീയതിയിൽ അതിപ്പോ പറയണോ വേണ്ടപ്പോ പിന്നീടാവും ഒക്കെ ബുക്കിംഗ് ആണ്. ഒത്തിരി കിഴക്കോട്ട് പോയി പടിഞ്ഞാറായി. ഇത് തന്നെ ഏറ്റവും വലിയ ബോണസ് പോയിന്റ്. ഞാൻ അടുത്ത സമയത്ത് കൊടുത്ത ഡേറ്റാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു എന്തോ എന്നറിയില്ല അങ്ങോട്ട് കൊടുത്തുപോയി. അതിനകത്ത് എനിക്ക് ഒത്തിരി വിഷമം ഉണ്ടായിരുന്നു. ഇപ്പൊ വിഷമം മാറി. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉണ്ടെന്ന് തന്നെ ഞാൻ അറിയണിപ്പോഴാണ്. തൃശ്ശൂര് ഈ ഭാഗത്തോട്ട് ഇത്രയും വലിയൊരു സ്ഥലമുണ്ട്, മുസ്ലിങ്ങൾ താമസിക്കുന്നുണ്ട് എന്ന് ഞാൻ അറിയുന്നിപ്പോഴാണ്. അതൊരു വലിയ അറിവാണ്. കിഴക്കൻ മേഖലയിലേക്ക്, ഇത്രയും ഉള്ളിലേക്ക്, നമ്മൾ ദേശീയപാത വഴി വെച്ചേ സംസാരിക്കാറുള്ളൂ. തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ ആ ഭാഗമൊക്കെ അറിയാവുള്ളൂ. ഇത്രയും ഉള്ളിലോട്ട് ആളുകൾ ഇത്രയുണ്ട് എന്നറിയണത് ഞാനിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം. ഇത് ചിമ്മിനി ഡാമിലേക്ക് പോകുന്ന വഴിയാണ്. ഇതോടുകൂടി ലോകം അവസാനിക്കുകയാണ്. ചിമ്മിനി ഡാം ഞാൻ അങ്ങോട്ടില്ല. അപ്പൊ അത്രയും ഉള്ളിൽ ഇത്രയും മുസ്ലിമീങ്ങളായ സഹോദരങ്ങൾ, അതോടൊപ്പം തന്നെ ഇവിടെ ധാരാളം സഹോദര സമുദായത്തിൽപ്പെട്ടവരും നമ്മുടെ പ്രഭാഷണം കേൾക്കാൻ എത്തിയിട്ടുണ്ട്. അതൊരു നല്ല ശുഭലക്ഷണമാണ്. എത്ര യോഗേശ്വര തൃഷ്ണോ എത്ര പാർത്ഥോയതനുദ്ധരത. എവിടെ വഴിതെറ്റി നടക്കുന്ന ഒരു യാത്രക്കാരൻ ഉണ്ടാകുമോ അവിടെ കൈപിടിക്കാൻ ഒരു ആചാര്യൻ ഉണ്ടാകുമോ. ഇത് വഴിതെറ്റി നടക്കുന്നവരോടുള്ള കൈപിടിക്കാനുള്ള ഒരു ആചാര്യന്മാരുടെ സദസ്സാണ്. ഇത് വിഭാഗീയതയുടെയോ ഇത് വിദ്വേഷത്തിന്റെയോ അല്ല. നന്മ കാത്തു സൂക്ഷിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങൾ. മോഡി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായാൽ ആദ്യം ഞാൻ ഈ രാജ്യം വിടുമെന്ന് പറഞ്ഞത് യു ആർ അനന്തമൂർത്തിയാണ്. കർണാടക കണ്ട ഏറ്റവും വലിയ സാഹിത്യകാരൻ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സാഹിത്യം. മോഡി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായാൽ പിന്നെ ഈ രാജ്യത്ത് ഞാൻ ജീവിക്കില്ല എന്ന് പറഞ്ഞത് മുസ്ലിമല്ല, യു ആർ അനന്തമൂർത്തിയാണ്, അരുന്ധതി റോയിയാണ്. അതുകൊണ്ട് നന്മയുടെ ഉറവിടം പറ്റാത്ത മനുഷ്യസ്നേഹികൾ ജീവിക്കുന്ന ഈ ഇന്ത്യയിൽ, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഇന്ത്യ. നമുക്കറിയുമല്ലോ, യശോധര മഹാരാജാവിന്റെ മഹാസദസ്സിൽ ആത്മാവിനെയും ശരീരത്തെയും കുറിച്ചു വസിഷ്ഠൻ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ മറുഭാഗത്ത് ആത്മാവും ശരീരവും ഇല്ല എന്ന് പറഞ്ഞാണ് ജാനകി ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. രണ്ടിനെയും ഒരേ സമയത്ത് ഉൾക്കൊണ്ട പൈതൃകമാണ് നമ്മുടെ രാജ്യം. എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഈ പൈതൃകം, ആ പൈതൃകത്തിന്റെ കീഴിൽ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കാൻ നമുക്ക് കഴിയേണ്ടത്. ദൈവത്തോടെടുക്കാൻ, ആരാധനാലയങ്ങൾ ദൈവത്തോടെടുക്കാൻ വേണ്ടിയാണ്. ഇമ്മാനുവേൽ കന്യാമറിയത്തിന് കുട്ടിയുണ്ടായപ്പോൾ അശരീരുണ്ടായി, നിന്റെ കുഞ്ഞിന് ഇമ്മാനുവേൽ എന്ന് പേരിടുന്നു. ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ ദൈവം നിന്റെ കൂടെ. ശബരിമലയിലേക്ക് തന്ത്രിക്കെട്ടുകളുമായി ഇരുമടക്കുട്ടികളുമായി 18-ാം പടി കയറി ശബരിമലയിൽ ശ്രീധർമ്മശാസ്താവിന്റെ മുമ്പിലെത്തുമ്പോൾ അവിടെ ശബരിമല അയ്യപ്പൻ വിശ്വാസികളോട് പറയുന്നൊരു സങ്കല്പമുണ്ട്, തത്വമസി, ഞാൻ നിന്റെ കൂടെ, ഞാൻ നിന്റെ കൂടെ. ചെങ്കടലിന്റെ മുമ്പിലെത്തിയപ്പോൾ മുസാ നബി പറഞ്ഞു, കാലക്കല്ല ഇന്നമയ റബ്ബി സയഹ്ദീൻ, എന്റെ അള്ളാഹ് എന്റെ കുട്ടി. ഏതൊരു മതവും പഠിപ്പിക്കുന്നത് ഈശ്വരനോടെടുത്ത് നിൽക്കുക, ദൈവത്തോടെടുത്ത് നിൽക്കുക. അപ്പോഴേ മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയും. കപട രാഷ്ട്രീയത്തിന്റെ മേൽവിലാസം അണിഞ്ഞാൽ മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയില്ല, ജാതിയും മതത്തിന്റെയും കീഴിൽ കാണാൻ കഴിയും. മനുഷ്യനെ മനുഷ്യനായി കഴിയാൻ കഴിയുന്ന നന്മയുടെ പ്രതീകങ്ങളായി നമ്മുടെ ഈ നാടിനെ, ഈ സാഹോദര്യത്തെ അല്ലാഹു നിലനിർത്തി തരുമാറാണ്. വേറെ സഹോദരൻ 10,000 രൂപ സംഭാവന അല്ലാഹു സ്വീകരിക്കുമാറാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് കാണാം. അങ്ങനെ ഡേറ്റ് ഒന്നും പ്രഖ്യാപിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം എൻ്റെ മുമ്പിലില്ല. കൊടുക്കാത്ത ധാരാളം ആളുകളുണ്ട്. ഏതായാലും ഈ വർഷത്തെ ന്യൂ ഇയർ പ്രഭാഷണം ഡിസംബർ 30-31 കോഴിക്കോട് കടപ്പുറത്താണ്. എല്ലാവരും വരണം. ന്യൂ ഇയറിന്റെ അന്ന് ഡിസംബർ 31-ാം തീയതി കലണ്ടർ തീർന്നു, അടുത്ത വർഷം തുടങ്ങി. നുരയുന്ന ഗ്ലാസുകളും ക്ലബ്ബുകളുമായി ചെറുപ്പക്കാർ ന്യൂ ഇയർ ആഘോഷിക്കുന്ന സമയത്ത് കോഴിക്കോട് കടപ്പുറത്ത് ന്യൂ ഇയർ പ്രഭാഷണം. ഡിസംബർ 12-ന് ക്ലോക്കിൽ വെല്ലടിക്കുമ്പോൾ 1 കോടി ഇസ്തിഗ്ഫാർ ചൊല്ലി ദുആ ചെയ്ത് നമ്മൾ തിരിയും.
ന്യൂ ഇയർ പ്രഭാഷണം കോഴിക്കോട് കടപ്പുറത്താണ് ഡിസംബർ 30, 31. വേറെ ഒരിടത്തും പോകരുത് കേട്ടോ. തളിക്കുളം ബീച്ചിലൊന്നും പോകരുത്. നേരെ ഡിസംബർ 30, 31 ഇവിടുന്ന് വണ്ടി പിടിക്കുക ചെറുപ്പക്കാരിലാണ് നേരെ കോഴിക്കോട് ബീച്ചിലേക്ക്. ഇൻഷാ അല്ലാഹ് ഓറൊക്കെ പറ എന്നിട്ട് മനസ്സിലാവും. കഴിഞ്ഞ പ്രാവശ്യം തിരൂരായിരുന്നു 10 ബാറടക്കം അന്നത്തെ പ്രസംഗങ്ങൾ. ഇപ്രാവശ്യം കോഴിക്കോട് ബീച്ചിലാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും നേരത്തെ എത്തി. അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. അർഹമുർറഹീമായ അല്ലാഹുവേ, പരമദയാലുവായ തമ്പുരാനെ, അല്ലാഹുവേ ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്തു മാപ്പാക്കണേ അല്ലാഹ്. ഭാവി ജീവിതം പാപരഹിതമാക്കണേ തമ്പുരാനെ. പൈശാചിക ദുർബോധനത്തിൽ ഞങ്ങൾ ആരെയും നീ പെടുത്തല്ലേ അല്ലാഹ്. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകൾ ചെയ്ത പാപികളാണ് തമ്പുരാനെ. എല്ലാ പാപങ്ങളും പുറത്ത് തൗബ ചെയ്തവരായി ഞങ്ങൾ അതിന്റെ അടുക്കലേക്ക് വിളിക്കണേ അല്ലാഹ്. പടച്ചവനെ, തൗബ ചെയ്യാത്തവരായി ഞങ്ങൾ ആരെയും നീ മരിപ്പിക്കല്ലേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഖബറിടം വിശാലമാക്കണേ തമ്പുരാനെ. പ്രത്യേകിച്ച്